ആശുപത്രി സൂപ്രണ്ടും കലക്ടറും കയ്യേറ്റക്കാർക്ക് കൂട്ടുനിൽക്കുകയാണെന്ന് അഡ്വക്കേറ്റ് രാജീവ് കപ്പച്ചേരി. പയ്യന്നൂരിലെ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡിൽ പ്രവർത്തിക്കുന്ന ബാഗ് ബസാറിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഓരോ ദിവസവും 5 പോപ്പിക്കൊടകൾ, 5 റെയിൻകോട്ടുകൾ, 5 ലേഡീസ് ബാഗുകൾ, 5 ലെതർ പേഴ്സുകൾ. ചാച്ചാജി വാർഡ് ഏതാണെന്ന് കണ്ടെത്താൻ ഹൈക്കോടതിയോ HDSO ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും സർക്കാർ കെട്ടിടം കയ്യേറി പൊളിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനാണ് നിർദ്ദേശമെന്നും HDS മുൻ എക്സിക്യൂട്ടീവ് മെമ്പർ അഡ്വക്കേറ്റ് രാജീവൻ കപ്പച്ചേരി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലാ കളക്ടറും ആശുപത്രി സൂപ്രണ്ടും CPM സൊസൈറ്റിക്ക് കെട്ടിടം നൽകാൻ ഗൂഢാലോചന നടത്തുകയാണ്. ചാച്ചാജി വാർഡ് കെട്ടിടം ഏത് വിധേനയും CPM സഹകരണ സൊസൈറ്റിക്ക് കൈമാറാൻ കളക്ടറും മെഡിക്കൽ സൂപ്രണ്ടും ആസൂത്രിത നീക്കം നടത്തുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ജില്ലാ കളക്ടർക്ക് പരാതി നൽകുകയും ജില്ലാ കളക്ടർ പരാതി പരിശോധിക്കുകയും മെഡിക്കൽ സൂപ്രണ്ടുമായി കോൺടാക്ട് ചെയ്ത് പരാതി പരിശോധിക്കുകയും മെഡിക്കൽ സൂപ്രണ്ടോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇവിടെയുള്ള നിർമ്മാണ പ്രവർത്തനം സ്റ്റേ ചെയ്യുകയും ചെയ്തു. അദ്ദേഹം സ്റ്റേ ചെയ്തപ്പോൾ അതിനകത്ത് പറഞ്ഞു നെക്സ്റ്റ് അടുത്ത HDC മീറ്റിംഗ് വരെയാണ് നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അടുത്ത മീറ്റിംഗിൽ എന്ത് സംഭവിക്കുമെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കേരള ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്തു. ഇക്കഴിഞ്ഞ ജൂൺ 5 ചേർന്ന കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി വാർഷിക ജനറൽ ബോർഡ് യോഗത്തിലാണ് ഇതിനായി നീക്കം നടത്തിയത്. നേരത്തെ ഏപ്രിൽ 21 ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. ഇത് അതീവ രഹസ്യമാക്കി വെക്കുകയായിരുന്നു. സർക്കാർ ഉടമസ്ഥതയിലുള്ള കെട്ടിടം പൊളിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് മൂല്യനിർണ്ണയം നടത്തി കൊട്ടേഷൻ ക്ഷണിക്കണമെന്നാണ് വ്യവസ്ഥ. ഏറ്റവും കുറഞ്ഞ കൊട്ടേഷൻ നൽകിയവർ കേടായ കെട്ടിടഭാഗം പൊളിച്ച വസ്തുക്കൾ പൊതുലേലം നടത്തണമെന്നാണ് നിയമം. എന്നാൽ ഇവിടെ ചാച്ചാജി വാർഡ് കെട്ടിടം ഒരു സുപ്രഭാതത്തിൽ CPM സൊസൈറ്റി പൊളിച്ചു പണിയുകയായിരുന്നു. ഇവിടെ നിന്നും പൊളിച്ച മരങ്ങളും ഓടുകളും മറ്റു വസ്തുവകകളും കടത്തിക്കൊണ്ടുപോകുകയായിരുന്നു. ഇതിനെയാണ് തങ്ങൾ എതിർക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ നടന്നത് കയ്യേറ്റവും മോഷണവുമാണെന്നും അതിനെതിരെ പോലീസിൽ പരാതി നൽകി നിയമ നടപടികൾ സ്വീകരിച്ച് സർക്കാർ സ്വത്ത് സംരക്ഷിക്കേണ്ടവർ കയ്യേറ്റക്കാരുടെ കയ്യാളായി മാറുകയാണെന്നും ഇതിനെതിരെ രാഷ്ട്രീയവും നിയമപരവുമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാടായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് V രാജൻ, പരിയാരം മണ്ഡലം പ്രസിഡന്റ് PV സജീവൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പരിയാരത്ത് നിന്നും T ബാബു, പഴയങ്ങാടി. പയ്യന്നൂരിലെ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡിൽ പ്രവർത്തിക്കുന്ന ബാഗ് ബസാറിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഓരോ ദിവസവും 5 പോപ്പിക്കൊടകൾ, 5 റെയിൻകോട്ടുകൾ, 5 ലേഡീസ് ബാഗുകൾ, 5 ലെതർ പേഴ്സുകൾ, ട്രെൻഡിങ് ഐറ്റമായ 3 പീസ് സെറ്റ് വാട്ടർ ബോട്ടിലുകൾ, ഓരോ 2000 രൂപയുടെ സ്കൂൾ പർച്ചേസിനൊപ്പം 199 രൂപയുടെ റെയിൻകോട്ടും കൂടാതെ ക്യാഷ് ഡിസ്കൗണ്ടും. ഓരോ ദിവസവും നെറുക്കെടുപ്പിലൂടെയാണ് നമ്മൾ ഭാഗ്യശാലികളെ തിരഞ്ഞെടുക്കുന്നത്. ഉത്തര മലബാറിലെ ബാഗുകൾക്ക് മാത്രമായുള്ള ഏറ്റവും വലിയ സ്ഥാപനമായ ബാഗ് ബസാറിൽ നിന്ന് മെയ് 30 വരെ മാത്രമാണ് ഈ ഓഫർ ഉള്ളത്.